എത്ര നാളാണെന്നറിയാൻ അകത്തിരിക്കാൻ തുടങ്ങി. ഒത്തിരി നാളായിട്ട് അമ്മച്ചി അകത്തിരിക്കുമായിരുന്നോ? അമ്മച്ചി ഹാപ്പി ആയില്ലേ? ലോകംകാരൊക്കെ ഭക്ഷണങ്ങൾ കൊണ്ടുതരും, തന്ന അവരെടുത്ത് കൈ തരണം. കരയണ്ട കേട്ടോ അമ്മച്ചി, കരയണ്ട. അതിനെല്ലാം അച്ഛൻ വന്ന് ഇതെല്ലാം ചെയ്ത് തരുന്നേ. അമ്മച്ചിയെ അമ്മച്ചി കാര്യം പിടിക്കുക, അതിനുള്ള യോഗ്യത ഒന്നുമില്ല അമ്മച്ചി. ഞാൻ അവസ്ഥയെല്ലാം അറിഞ്ഞു, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം അറിഞ്ഞു. അതാ ഞാൻ അമ്മയെ മാത്രം അമ്മയ്ക്കും മേലാത്ത അമ്മ ഇങ്ങനെ 2 കസേരയിലാണ് നടക്കുന്നത്. ഇതെന്താ അമ്മച്ചി? ഇതാണോ അമ്മച്ചിയുടെ വീടായിരുന്നു? അപ്പൊ ഇതിങ്ങനെ പോയി അതുകൊണ്ട് ഓടത്തില്ലായിരുന്നു. അപ്പൊ ഇതേ ഇരുന്ന് കഴിഞ്ഞപ്പോ ഈ പ്രാവശ്യം ഇരുന്നപ്പോഴാണ് മറിഞ്ഞു പോയി. അന്നേരമാണ് പിന്നെ ഒന്നും കൂടെ ഇത് വീണു. അപ്പൊ ആ മുട്ടിയിടം തന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കമ്പി വെച്ചിരിക്കുവാണ്. ഇപ്പൊ ലോകംകാരൊക്കെ ഭക്ഷണങ്ങൾ കൊണ്ടുതരും, തന്ന അവരെടുത്ത് കൈ തരണം. ഞാൻ അറിഞ്ഞു ആകെ ബുദ്ധിമുട്ടാണ്, വരുമാന മാർഗ്ഗമില്ല, ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ല എന്ന് അറിഞ്ഞു കേട്ടോ. ഇത് കുമരകമാണ്, കോട്ടയം കുമരകമാണ്, കോട്ടയത്തിന്റെ അടുത്ത് തന്നെയുള്ള സ്ഥലം അല്ലേ? അവിടെ വന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അച്ഛൻ ഓടി വരാതിരിക്കുവോ? അമ്മേ അറിയോ ആരാന്ന് അമ്മച്ചി? ആരാ അറിയത്തില്ലേ? ഞാൻ അമ്മച്ചിയെ അമ്മച്ചി എല്ലാം കാണാൻ വന്നാ. ശരിക്കും ഇത് വീൽ ചെയർ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അമ്മച്ചിക്ക് ഒരു വീൽ ചെയർ കൊടുക്കണം. കാരണം അമ്മച്ചിയെ ഒരു വരുമാന മാർഗം കൊടുത്ത് ജീവിതത്തിലേക്ക് മുന്നോട്ട് ശക്തമായിട്ട് നമ്മൾ ജനങ്ങൾ, നിങ്ങളും ഞാനും ഒക്കെ ശ്രമിച്ച് അമ്മച്ചിയെ മുന്നോട്ട് നയിക്കണം. അപ്പം നമ്മളിപ്പം തന്നെ വരുമാന മാർഗത്തിനുള്ള പരിപാടിയും ചെയ്യും, അതുപോലെ തന്നെ വീൽ ചെയറും അമ്മച്ചിക്ക് കൊടുക്കും കേട്ടോ. സന്തോഷമായോ? ഇനി അമ്മച്ചി വിചാരിക്കാത്ത ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അമ്മച്ചിയോട് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ഒരു കാര്യം കൂടെ ഉണ്ട് സസ്പെൻസ് ആയിട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എത്ര നാളാണെന്നറിയാൻ അകത്തിരിക്കാൻ തുടങ്ങി. ഒത്തിരി നാളായിട്ട് അമ്മച്ചി അകത്തിരിക്കുമായിരുന്നോ? അപ്പൊ അമ്മച്ചി ഹാപ്പി ആയില്ലേ? അമ്മച്ചിക്ക് സന്തോഷമായില്ലേ പുറത്തിറങ്ങിയപ്പോ? ഏതായിരുന്നു അമ്മച്ചി പഴയ കട? ഇതായിരുന്നു അമ്മച്ചിയുടെ പഴയ കട. ഓ കഷ്ടം. ഇനി അമ്മച്ചിക്ക് എന്നാ വേണ്ടത്? എന്നാ വേണ്ട അമ്മച്ചിക്ക്? കടയും ജീവിക്കാൻ വേണം അല്ലേ? 3 വർഷമായിട്ട് അമ്മച്ചി പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ അമ്മച്ചി അങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്ന്. ഇപ്പൊ കാണുന്നുണ്ടോ അമ്മച്ചി? സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞോ അമ്മച്ചിയുടെ? നിറഞ്ഞോ അമ്മച്ചി? കരയണ്ട കേട്ടോ അമ്മച്ചി, കരയണ്ട. അതിനെല്ലാം അച്ഛൻ വന്ന് ഇതെല്ലാം ചെയ്ത് തരുന്നേ. അമ്മച്ചിക്ക് ആദ്യത്തെ ഉദ്ഘാടനം നടന്നു അല്ലേ? അമ്മച്ചി ഈ ഫണ്ടും കൂടെ പിടിക്കണം കേട്ടോ. അത്യാവശ്യത്തിനുള്ള ഫണ്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇനിയും ചെയ്യട്ടെ പലതും അല്ലേ? മേലാത്ത അമ്മച്ചിമാരെയും അല്ലേ, കുഞ്ഞുമക്കളെ എല്ലാം നോക്കാൻ ചെല്ലണ്ടേ? ഓക്കെ, ഇനി നമുക്ക് ഈ യാത്ര വീണ്ടും തുടരാം. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ. അച്ചായൻസ് വേൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗീസ്.